ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒഴികെ ബാക്കി പരമാവധി ഭാഗങ്ങളിൽ നിന്നും ഞാൻ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ കുറേ ഭാഗങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മറ്റുമാണ്. കുറേ നമ്മുടെ ജനറൽ നോളേജ് ഉണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. എ എക്സൈസ് തീരുവ, ബി വിൽപ്പന നികുതി, സി കസ്റ്റംസ് തീരുവ, ഡി വരുമാന നികുതി. ആൻസർ ഡി വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം. ബാക്കിയെല്ലാം പരോക്ഷ നികുതിയാണ്. പെൺകുട്ടികളുടെ സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ കരുത്ത്, ബി ആയോധനം, സി ആശ്വാസം, ഡി ശ്രദ്ധ. അപ്പം ആൻസർ എന്താണ്? എ കരുത്താണ്. പെൺകുട്ടികളുടെ സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാക്കുന്ന ജനിതക രോഗം ഏതാണ്? ഓപ്ഷൻ എ ഹീമോഫീലിയ, ബി സിക്കിൾ സെൽ അനീമിയ, സി ഫെനൈൽ കീറ്റോനൂറിയ, ഡി ഡൗൺ സിൻഡ്രോം. ആൻസർ എ ഹീമോഫീലിയയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനം നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാക്കുന്ന ജനിതക രോഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, PDF-ൻ്റെ പൂർണ്ണരൂപം എന്ത്? എ പർച്ചേസ് ഡാറ്റ ഫോർമാറ്റ്, ബി പെർമനന്റ് ഡോക്യുമെന്റ് ഫയൽ, സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഡി പെർമനന്റ് ഡോക്യുമെന്റ് ഫോർമാറ്റ്. ആൻസർ സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്. PDF-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കോശഭിത്തി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് കോശത്തിലാണ്? എ സസ്യകോശം, ബി ജന്തുകോശം, സി ബാക്ടീരിയ കോശം, ഡി ഫംഗസ് കോശം. ആൻസർ എ സസ്യകോശത്തിലാണ് കോശഭിത്തി കാണപ്പെടുന്നത്. വേറെ ഏത് കോശത്തിലും എന്ത് കാണപ്പെടുന്നില്ല? കോശഭിത്തി കാണപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ഓപ്ഷൻ എ ഹരിതകം, ബി മൈറ്റോകോൺട്രിയ, സി ന്യൂക്ലിയസ്, ഡി ആസ്യരന്ധ്രം. ആൻസർ എ ഹരിതകമാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണകം. ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്നത്? ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്നത്? എ വലത് ഏട്രിയം, ബി ഇടത് ഏട്രിയം, സി വലത് വെൻട്രിക്കിൾ, ഡി ഇടത് വെൻട്രിക്കിൾ. എ വലത് ഏട്രിയത്തിലാണ് സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്നത്. വലത് ഏട്രിയത്തിലാണ് സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്നത്. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? എ ശ്വാസകോശം, ബി ഹൃദയം, സി വൃക്ക, ഡി കരൾ. ആൻസർ ബി ഹൃദയമാണ് രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ആഹാരവസ്തുക്കളുടെ ദഹനം പൂർത്തിയാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? എ ചെറുകുടൽ, ബി വൻകുടൽ, സി ആമാശയം, ഡി വായ. ആൻസർ എ ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരവസ്തുക്കളുടെ ദഹനം പൂർത്തിയാകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2026 ആരംഭിക്കുന്നത്? എ 4-മത്തെ, ബി 15-മത്തെ, സി 10-മത്തെ, ഡി 8-മത്തെ. ആൻസർ ഡി 8-മത്തെ കണക്കെടുപ്പാണ് 2026 നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ വെള്ളത്തിനടിയിലൂടെ ആദ്യത്തെ മെട്രോ സർവീസ് ഏത് നദിക്കടിയിലൂടെയാണ്? ഇന്ത്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യത്തെ മെട്രോ സർവീസ് ഏത് നദിക്കടിയിലൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ രവി, ബി ഗംഗ, സി കാവേരി, ഡി ഹൂഗ്ലി. ആൻസർ ഡി ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസ ഏത് സംസ്ഥാനത്താണ്? എ ഹിമാചൽ പ്രദേശ്, ബി ഉത്തരാഖണ്ഡ്, സി അരുണാചൽ പ്രദേശ്, ഡി മഹാരാഷ്ട്ര. ഉത്തരാഖണ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസ തുരങ്കം വന്നിട്ട് ഉത്തരാഖണ്ഡിലാണ്. ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? എ നരേന്ദ്രമോദി, ബി മൊറാർജി ദേശായി, സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഡി അടൽ ബിഹാരി വാജ്പേയി. ആൻസർ ബി മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ആരാണ്? മൊറാർജി ദേശായി. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിവസ് ആയി ആചരിക്കുന്നത്? എ ഇന്ദിരാഗാന്ധി, ബി ജവഹർലാൽ നെഹ്റു, സി രാജീവ് ഗാന്ധി, ഡി മൊറാർജി ദേശായി. ആൻസർ സി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി ആചരിക്കുന്നത്. ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? എ പ്രസിഡന്റ്, ബി വൈസ് പ്രസിഡന്റ്, സി പ്രതിപക്ഷ നേതാവ്, ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആൻസർ സി പ്രതിപക്ഷ നേതാവാണ് ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം ഏത്? എ ആർട്ടിക്കിൾ 14, ബി ആർട്ടിക്കിൾ 17, സി ആർട്ടിക്കിൾ 19, ഡി ആർട്ടിക്കിൾ 23. ആൻസർ ബി ആർട്ടിക്കിൾ 17 ആണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത്. മീനാക്ഷി കല്യാണം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? എ കാസർഗോഡ്, ബി കണ്ണൂർ, സി പാലക്കാട്, ഡി പത്തനംതിട്ട. ആൻസർ സി പാലക്കാടാണ് മീനാക്ഷി കല്യാണം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല. പെരുവനം കുട്ടൻമാരാർ ഏതു വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ്? പെരുവനം കുട്ടൻമാരാർ. എ ഇടയ്ക്ക, ബി ചെണ്ട, സി ചേങ്ങില, ഡി ഇലത്താളം. ആൻസർ ബി ചെണ്ടയാണ് പെരുവനം കുട്ടൻമാരാറുമായി ബന്ധപ്പെട്ട വാദ്യം. പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ? എ കേരളത്ത് രാമ പൊതുവാൾ, ബി കലാമണ്ഡലം കൃഷ്ണൻ നായർ, സി മാനവേദൻ നമ്പൂതിരി, ഡി KCS പണിക്കർ. ആൻസർ ബി കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. എ മരച്ചീനി, ബി ബീട്രൂട്ട്, സി മധുരക്കിഴങ്ങ്, ഡി ഉരുളക്കിഴങ്ങ്. ആൻസർ ഡി ഉരുളക്കിഴങ്ങാണ്. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അതൊരു ഭൂകാണ്ഡമാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? എ തൈമോസിൻ, ബി സൊമാറ്റോട്രോപ്പിൻ, സി വാസോപ്രസിൻ, ഡി ഈസ്ട്രോജൻ. ആൻസർ എ തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായ പദ്ധതി ഏതാണ്? എ പടവുകൾ, ബി പ്രത്യാശ, സി സഹായഹസ്തം, ഡി സാന്ത്വനം. ആൻസർ എ പടവുകളാണ് വിധവകളുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായ പദ്ധതി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? എ സാന്ത്വനം, ബി സ്നേഹ സാന്ത്വനം, സി കാരുണ്യം പദ്ധതി, ഡി കൈവല്യ പദ്ധതി. ആൻസർ ബി സ്നേഹ സാന്ത്വനം പദ്ധതിയാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? എ ഉത്തരപർവ്വത മേഖല, ബി ഉപദ്വീപീയ പീഠഭൂമി, സി ഉത്തര മഹാസമതലം, ഡി തീരപ്രദേശം. ആൻസർ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? എ മീശപ്പുലിമല, ബി ആനമുടി, സി ഏലമല, ഡി പളനിമല. ആൻസർ ബി ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലത്തിൽ പെടാത്തത് ഏത്? എ ഗുജറാത്ത് തീരസമതലം, ബി മലബാർ തീരസമതലം, സി കൊങ്കൺ തീരസമതലം, ഡി കോറമണ്ടൽ തീരസമതലം. ആൻസർ ഡി കോറമണ്ടൽ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത്? എ ലൂണി നദി, ബി ശരാവതി നദി, സി ചലം നദി, ഡി സിന്ധു നദി. ആൻസർ എ ലൂണി നദിയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. അതുപോലെ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? എ പ്രൊഹിബിഷൻ, ബി മാൻഡമസ്, സി ഹേബിയസ് കോർപ്പസ്, ഡി കോ വാറന്റോ. ആൻസർ എ പ്രൊഹിബിഷൻ ആണ് കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ പറ്റാറുണ്ട്. നമ്മൾ അപ്പം കാണുന്നത് തിരുതും, ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും അത് കാണുക. അതുകൊണ്ടാണ് ടൈപ്പിങ്ങിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വരുന്നത്. അതുകൊണ്ട് സോറി, അതുമാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 2002 86 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏത്? എ ആർട്ടിക്കിൾ 51 കെ, ബി ആർട്ടിക്കിൾ 300 എ, സി ആർട്ടിക്കിൾ 39 എ, ഡി ആർട്ടിക്കിൾ 37. ആൻസർ എ ആർട്ടിക്കിൾ 51 എ കെ ആണ് 2002 86 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദം. വാഗൺ ട്രാജഡി നടന്നത് എന്ന്?
എ 1921 നവംബർ 10, ബി 1919 നവംബർ 10, സി 1921 ഓഗസ്റ്റ് 22, ഡി 1919 ഓഗസ്റ്റ് 10. ആൻസർ എ 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ത്രൈവാരികയായി ആരംഭിച്ചത് എപ്പോൾ? എ 1924 ഡിസംബർ 12, ബി 1930 മാർച്ച് 18, സി 1923 മാർച്ച് 18, ഡി 1922 ഫെബ്രുവരി 15. ആൻസർ സി 1923 മാർച്ച് 18 മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ത്രൈവാരികയായി ആരംഭിച്ചത്. ഒരു വസ്തുവിന് ഭാരം 0 ആകുന്നത് എവിടെ വെച്ചിട്ടാണ്? എ ഭൂമധ്യരേഖയിൽ വെച്ച്, ബി ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച്, സി ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച്, ഡി ധ്രുവപ്രദേശങ്ങളിൽ വെച്ച്. ആൻസർ ബി ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച്. ഈ ഇടയ്ക്ക് നടന്ന ഒരു എക്സാമിൽ ഇതേ ക്വസ്റ്റ്യന് ഭാരം എന്നതിന് പകരം മാസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച് എന്ന് എഴുതിയവർ എല്ലാവരും മൈനസ് മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. കാരണം മാസിൽ വ്യത്യാസം വരില്ല, ഭാരത്തിലാണ് വ്യത്യാസം വരിക. മാസ് എല്ലാവരുടെയും ഒരേ തന്നെ ആയിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഭൂമധ്യരേഖയിൽ വെച്ച്, ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച്, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച്, ഡി ധ്രുവപ്രദേശങ്ങളിൽ വെച്ച്. ആൻസർ ബി ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് വസ്തുവിൻ്റെ ഭാരം 0 ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏത്? എ ഫ്രാൻസ്, ബി ബ്രിട്ടൻ, സി ഇന്ത്യ, ഡി പോർച്ചുഗീസ്. മിസ്റ്റേക്ക് പറ്റിയതാണ്. എ ഫ്രാൻസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനത്തിന് വേദിയായ രാജ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഫ്രാൻസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനത്തിന് വേദിയായ രാജ്യം ഫ്രാൻസ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേര്? ഓപ്പറേഷൻ തൃശൂൽ, ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ ത്രിവർണ, ഡി ഓപ്പറേഷൻ വിജയ്. ആൻസർ ബി ഓപ്പറേഷൻ സിന്ദൂർ ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? എ ആന്ധ്രാപ്രദേശ്, ബി മഹാരാഷ്ട്ര, സി തെലങ്കാന, ഡി തമിഴ്നാട്. ആൻസർ എ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? എ രാകേഷ് ശർമ്മ, ബി ശുഭാംശു ശുക്ല, സി പ്രമോദ് തിവാരി, ഡി ഇവരാരുമല്ല. ആൻസർ ബി ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏത്? എ 61-ാം ഭേദഗതി, ബി 52-ാം ഭേദഗതി, സി 101-ാം ഭേദഗതി, ഡി 44-ാം ഭേദഗതി. ആൻസർ ബി 52-ാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട ഭേദഗതി. തെറ്റായത് കണ്ടെത്തുക. അലുമിനിയം, കലാമിൻ, ചിലി സാൾട്ട് പീറ്റർ, സോഡിയം കാർണലൈറ്റ്, പൊട്ടാസ്യം, ഡോളമൈറ്റ്, മാഗ്നീഷ്യം. ആൻസർ ഡി ഡോളമൈറ്റ്, മാഗ്നീഷ്യം എന്നതാണ് തെറ്റായത്. ബാക്കിയെല്ലാം അതിൻ്റെ അയിരുകളാണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് കലാമിൻ, സോഡിയത്തിൻ്റെ അയിരാണ് ചിലി സാൾട്ട് പീറ്റർ, പൊട്ടാസ്യത്തിൻ്റെ അയിരാണ് കാർണലൈറ്റ്. സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? എ ടങ്സ്റ്റൺ, ബി അൽനിക്കോ, സി നിക്രോം, ഡി സ്റ്റീൽ. ആൻസർ ബി അൽനിക്കോയാണ് സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ബി തൈറോയിഡ് ഗ്രന്ഥി, സി കരൾ, ഡി തൈമസ് ഗ്രന്ഥി. ആൻസർ ഡി തൈമസ് ഗ്രന്ഥിയാണ് ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. മൊസൈക്ക് രോഗം ബാധിക്കുന്ന ഇനം? എ മരച്ചീനി, ബി നെല്ല്, സി വാഴ, ഡി പയർ. ആൻസർ മരച്ചീനിയും പയറിനെയുമാണ് മൊസൈക്ക് രോഗം ബാധിക്കുന്നത്. മനുഷ്യരിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? എ സെറിബ്രം, ബി സെറിബെല്ലം, സി മെഡുല ഒബ്ലോങ്ങേറ്റ, ഡി ഹൈപ്പോതലാമസ്. ആൻസർ ഡി ഹൈപ്പോതലാമസ് ആണ് മനുഷ്യരിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത്. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എ അമീറ്റർ, ബി സുരക്ഷാ ഫ്യൂസ്, സി ഗാൽവനോമീറ്റർ, ഡി വോൾട്ട് മീറ്റർ. ആൻസർ ഗാൽവനോമീറ്റർ ആണ് ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? എ വജ്രം, ബി ജലം, സി മരത്തടി, ഡി വായു. സാന്ദ്രതയാണ്
എ. വജ്രമാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? എ. 1947, ബി. 1950, സി. 1953, ഡി. 1952. ആൻസർ ഡി. 1952. വൃക്കയിൽ ഉണ്ടാവുന്ന ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത്? എ. അൾട്രാവയലറ്റ് രശ്മികൾ, ബി. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ, സി. ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ, ഡി. ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. ആൻസർ ബി. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് വൃക്കയിൽ ഉണ്ടാകുന്ന ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? എ. കലാമണ്ഡലം, ബി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സി. സംഗീത നാടക അക്കാദമി, ഡി. ലളിതകലാ അക്കാദമി. ആൻസർ ബി. നാഷണൽ സ്കൂൾ ഡ്രാമയാണ് ഇന്ത്യയുടെ അകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം. അപ്പുണ്ണി, പാറുക്കുട്ടി, കോന്തുണ്ണി നായർ എന്നിവ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? എ. അസുരവിത്ത്, ബി. നാലുകെട്ട്, സി. മഞ്ഞ്, ഡി. ഇരുട്ടിൻ്റെ ആത്മാവ്. ബി. നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി, പാറുക്കുട്ടി, കോന്തുണ്ണി നായർ എന്നിവർ. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന കവി ഏത്? എ. കുമാരനാശൻ, ബി. വള്ളത്തോൾ, സി. ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ, ഡി. ഇവരാരുമല്ല. ആൻസർ ബി. വള്ളത്തോളാണ് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ വിശേഷിപ്പിക്കപ്പെടുന്ന കവി. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? എ. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ. ബി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതി. സി. 1950 ജനുവരി 26 ഭരണഘടനാ പദവി ലഭിച്ചു. ഡി. നീക്കം ചെയ്യുന്നത് ഗവർണർ. ആൻസർ ഡി. നീക്കം ചെയ്യുന്ന ഗവർണർ എന്നാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. യൂണിയൻ പബ്ലിക് കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രപതിയാണ്. 1950 ജനുവരി 26 ഇതിന് ഭരണഘടനാ പദവി ലഭിച്ചത്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആര്? എ. കോൺവാലിസ് പ്രഭു, ബി. കഴ്സൺ പ്രഭു, സി. മിൻറ്റോ പ്രഭു, ഡി. മേയോ പ്രഭു. ആൻസർ എ. കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് രൂപവൽക്കരിച്ച വർഷം? എ. 1947, ബി. 1946, സി. 1950, ഡി. 1948. ആൻസർ 1946 ഇന്ത്യൻ ഫോറിൻ സർവീസ് രൂപവൽക്കരിച്ച വർഷം. താഴെ പറയുന്നവയിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. എ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച വർഷം 1971. ബി. ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. സി. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഡി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ആൻസർ ഡി. ഡി ആണ് തെറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ചിട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച 1971. ഇത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണുള്ളത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. കൂടംകുളം സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. കൂടൽമാണിക്യ ക്ഷേത്രം, ബി. കൽപ്പാത്തി, സി. വൈക്കം ക്ഷേത്രം, ഡി. ഗുരുവായൂർ ക്ഷേത്രം. ആൻസർ എ. കൂടൽമാണിക്യ ക്ഷേത്രമാണ് കൂടംകുളം സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം. 1921 മലബാർ കലാപത്തിന് നേതൃത്വം കൊടുക്കാത്തവരിൽ ഉൾപ്പെട്ടത്, അതായത് മലബാർ കലാപത്തിന് നേതൃത്വം കൊടുക്കാത്തവരിൽ ഉൾപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. എ. അലി മുസ്ലിയാർ, ബി. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, സി. സീതിക്കോയ തങ്ങൾ, ഡി. വക്കം മൗലവി. ആൻസർ വക്കം മൗലവിയാണ്. ബാക്കിയുള്ള 3 പേരും മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തതാണ്. അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? VISL, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ആൻസർ സി. ടിസ്കോയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏത്? 1974 മുതൽ 77 വരെ, ബി. 1950 മുതൽ 60 വരെ, സി. 1966 മുതൽ 69 വരെ, ഡി. 1953 മുതൽ 56 വരെ. ആൻസർ സി. 1966 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേയുടെ കാലം എന്ന് പറയുന്നത്. ആ 3 വർഷക്കാലമാണ്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്?
എ ഒന്നാം പഞ്ചവത്സര പദ്ധതി, ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി, സി മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ആൻസർ സി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്. തെറ്റായത് കണ്ടെത്തുക. ഹരോഡ് ഡോമർ മോഡൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി, മഹലാനോബിസ് പ്ലാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി, ഗാഡ്ഗിൽ മോഡൽ നാലാം പഞ്ചവത്സര പദ്ധതി, മൻമോഹൻ മോഡൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഡി മൻമോഹൻ മോഡൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഇതിൽ 2 തെറ്റാണ്. ഒന്ന് സി ഗാഡ്ഗിൽ മോഡൽ എന്നത്. ഗാഡ്ഗിൽ മോഡൽ എത്രയെന്നാണ് നമ്മൾ പറഞ്ഞത്? 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ മൻമോഹൻ മോഡൽ എന്ന് പറയുന്നത് 8-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം ഏതാണ്? എ തന്മാത്ര, ബി ആറ്റം, സി സംയുക്തം, ഡി ഇവയൊന്നുമല്ല. ആൻസർ ബി ആറ്റം ആണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ്. അടുത്തത് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? എ മുൻസിഫ് കോടതി, ബി ജില്ലാ കോടതി, സി മജിസ്ട്രേറ്റ് കോടതി, ഡി ഹൈക്കോടതി. ആൻസർ എ മുൻസിഫ് കോടതിയാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് പറഞ്ഞിരിക്കുന്നത്. എ ലോകസഭയിൽ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങൾ 84 ആണ്. ബി കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് 2 സംവരണ സീറ്റുകളാണ് ഉള്ളത്. സി കേരള നിയമസഭയിൽ സംവരണ മണ്ഡലങ്ങൾ. കേരള നിയമസഭയിലെ സംവരണ മണ്ഡലങ്ങളിൽ 2 പട്ടികവർഗക്കാർക്കും 14 പട്ടികജാതിക്കാർക്കുമാണ്. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്കുള്ള സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കര, ആലത്തൂർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ പറയുക എല്ലാം ശരി എന്നുള്ളതാണ്. ആൻസർ എല്ലാം ശരിയാണ്. ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നത് 84 മണ്ഡലങ്ങളാണ്. ലോക്സഭയിലേക്ക് 2 സംവരണ മണ്ഡലങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്. കേരളത്തിൽ നിന്ന് 2 കേരളത്തിലെ നിയമസഭയിൽ 2 പട്ടികവർഗക്കാർക്കും 14 പട്ടികജാതിക്കാർക്കുമാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കര, ആലത്തൂർ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, DRDO നിർമ്മിച്ച ബോംബ് നീക്കം ചെയ്യുന്ന റോബോട്ട് സംവിധാനം ഏതാണ്? എ പിനാക്ക, ബി ബക്ഷ്, സി അർജുൻ, ഡി സരോവർ. ആൻസർ ബി ബക്ഷ് ആണ്. DRDO നിർമ്മിച്ച ബോംബ് നീക്കം ചെയ്യുന്ന റോബോട്ട് സംവിധാനം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി, നമുക്ക് വേഗത്തിലൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകാം. അടുത്ത തവണ നമ്മൾ മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ നോക്കുക. എന്നാലും ചിലപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നവർ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? പ്രത്യക്ഷ നികുതി വരുമാന നികുതിയാണ്. പെൺകുട്ടികളുടെ സ്വയം രക്ഷയ്ക്കായി വായോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാക്കുന്ന ജനിതക രോഗം ഏതാണ്? ഹീമോഫീലിയയാണ്. PDF-ൻ്റെ പൂർണ്ണ രൂപം എന്നാണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ പൂർണ്ണ രൂപം. കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശങ്ങളിൽ മാത്രമാണ്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ഹരിതകം. ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്നത്? വലത് ഏട്രിയത്തിലാണ് സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്നത്. രക്തപരിയാന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൃദയം. ആഹാരവസ്തുക്കളുടെ ദഹനം പൂർത്തിയാവുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2026 നടക്കുന്നത്? 8ാമത്തേതാണ്. ഇന്ത്യൻ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് ഏത് നദിക്കിടയിലൂടെയാണ്? ഹൂഗ്ലി നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിവസായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത്? പ്രതിപക്ഷ നേതാവ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം ആർട്ടിക്കിൾ 17. മീനാക്ഷി കല്യാണം എവിടെയാണ്? പാലക്കാട്.
പെരുവനം കുട്ടന്മാരാർ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ട. പൂതന കൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഒറ്റയാനെ കണ്ടെത്തുക അതിലേതാണ്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു ഭൂകാണ്ഡമാണ്. യുവത്വ ഹോർമോൺ ഏതാണ്? തൈമോസിനാണ് യുവത്വ ഹോർമോൺ. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായ പദ്ധതിയാണ് പടവുകൾ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പടിഞ്ഞാറൻ തീരസമതലത്തിൽ പെടാത്തത് ഏതാണ്? കോറമണ്ടൽ തീരസമതലമാണ്. അത് കിഴക്കൻ തീരസമതലത്തിൽ പെടുന്നതാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ. 2002 86 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദം ആർട്ടിക്കിൾ 51A(k) ആണ്. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ത്രൈവാരികയായി ആരംഭിച്ചത് 1923 മാർച്ച് 18. ഒരു വസ്തുവിൻ്റെ ഭാരം 0 എവിടെ വെച്ചിട്ടാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച്. ഐക്യരാഷ്ട്ര സഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഫ്രാൻസ് ആണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട ഭേദഗതി? ആൻസർ ബി 52ാം ഭേദഗതിയാണ്. തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഏതാണ്? മഗ്നീഷ്യത്തിൻ്റെ അയിര് ഡോളമൈറ്റ് എന്ന് പറഞ്ഞതാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. അലുമിനിയത്തിൻ്റെ അയിര് കലാമൈൻ, സോഡിയത്തിൻ്റെ അയിര് ചിലി സാൾട്ട്പീറ്റർ, പൊട്ടാസ്യത്തിൻ്റെ അയിര് കാർണലൈറ്റ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ആൻസർ അൽനിക്കോ. ടി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥി. മൊസൈക്ക് രോഗം ബാധിക്കുന്നത് മരച്ചീനിയെയും പയറിനെയുമാണ്. മനുഷ്യരിൽ ആന്തരിക സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ ആണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രം. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1952. വൃക്കകളിലുണ്ടായ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിലായി രൂപം കൊണ്ട സ്ഥാപനം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അപ്പുണ്ണി, പാറുക്കുട്ടി, കോന്തുണ്ണി നായർ എന്നിവ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? നാലുകെട്ട്. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് വള്ളത്തോൾ. പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് തെറ്റായ പ്രസ്താവന എന്നാണ്? അവരെ നീക്കം ചെയ്യുന്നത് ഗവർണറാണ് എന്നത് തെറ്റാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപീകരിച്ചത് 1946. താഴെ പറയുന്നവയിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അല്ല, അത് തുമ്പയാണ്. കൂടംകുളം സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടൽമാണിക്യം ക്ഷേത്രം. 1921 മലബാർ കലാപത്തിന് നേതൃത്വം കൊടുക്കാത്തവരാരാണ്? വക്കം മൗലവിയാണ്. ബാക്കി ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതൃത്വം കൊടുത്തവരാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടിസ്കോ. പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 69 വരെ. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 3ാം പഞ്ചവത്സര പദ്ധതി. തെറ്റായത് ഇതിൽ 2 തെറ്റാണ്. ഗാഡ്ഗിൽ മോഡൽ 4ാം പഞ്ചവത്സര പദ്ധതി എന്നത് തെറ്റാണ്, അത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി എന്നതും തെറ്റാണ്, അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് രണ്ടും തെറ്റാണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം ഏതാണ്? ആറ്റം. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുൻസിഫ് കോടതി. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? അതിൽ ഏതും തെറ്റല്ല, എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. പട്ടികജാതികൾക്കായി 84 മണ്ഡലങ്ങൾ സംവരണം ചെയ്തിരിക്കുന്നു ലോകസഭയിൽ. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് 2 സംവരണ സീറ്റുകളാണ് ഉള്ളത്. കേരള നിയമസഭയിൽ 2 പട്ടികവർഗക്കാർക്കും 14 പട്ടികജാതിക്കാർക്കുമായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു മണ്ഡലങ്ങൾ. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്കുള്ള സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കര, ആലത്തൂർ. DRDO
DRDO നിർമ്മിച്ച ബോംബ് നീക്കം ചെയ്യുന്ന റോബോട്ട് സംവിധാനമാണ് ദക്ഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, അതുമാത്രം അത് ക്ഷമിക്കുക. വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.